നാം ദൈവമക്കളായതുകൊണ്ട് ഈ ദുഃഖങ്ങളെയൊക്കെ അതിജീവിക്കുന്ന ഒരു സന്തോഷം നമുക്കുണ്ട്. ഉണ്ടോ? ശരിയാണോ? ഈ ദുഃഖങ്ങളെ അതിജീവിക്കുന്ന ഒരു സന്തോഷമാണ് യേശു നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും. നിങ്ങളുടെ സന്തോഷം ആരും എടുത്തു കളയുകയില്ല. ദൈവമേ, ഒരു സാഹചര്യത്തിനും ഒരു വ്യക്തിക്കും തകർക്കാൻ കഴിയാത്ത ദൈവികമായ സമാധാനവും സന്തോഷവും എനിക്ക് നൽകണമേ എന്ന് രാവിലെ പ്രാർത്ഥിക്കാമോ? നാം പ്രാർത്ഥിച്ചാൽ മതി, ദൈവം തരാൻ സന്നദ്ധനാണ്. യേശു പറഞ്ഞു, നിങ്ങൾക്ക് ഞാനത് തരും. അങ്ങനെയുള്ള സന്തോഷം അത് മുറുകെ പിടിച്ചാൽ നമ്മുടെ ജീവിതം വളരെ അർത്ഥപൂർണമായി തീരും. ദൈവമേ, ആർക്കും കവർന്നു കളയാൻ കഴിയാത്ത ഒരു സന്തോഷത്താൽ എൻ്റെ ഉള്ളത്തെ നിറയ്ക്കണമേ. എന്നെ ആരെങ്കിലും പരിഹസിച്ചാൽ, എന്നെ കുറ്റം പറഞ്ഞാൽ, അപമാനിച്ചാൽ, എന്നെ തല്ലിയാൽ, എന്നെക്കുറിച്ച് മോശമായിട്ട് സംസാരിച്ചാൽ, എൻ്റെ വസ്തുക്കളൊക്കെ എടുത്തുകൊണ്ട് പോയാൽ, ഇതുകൊണ്ടൊന്നും എൻ്റെ സന്തോഷം നഷ്ടപ്പെട്ടു പോവുകയില്ല. ഇതാണ് ക്രിസ്ത്യാനിയുടെ സന്തോഷത്തിൻ്റെ അടയാളമെന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ഇരിക്കുന്നു കാര്യങ്ങൾ? ദൈവമേ, ഈ തരത്തിലുള്ള ഒരു സന്തോഷം എനിക്കും വേണം. അവിടുന്ന് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്, എനിക്ക് തരണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കാമോ? ഇന്ന് നാം കടന്നു പോകുമ്പോൾ ഈ കാര്യങ്ങൾ ഗ്രഹിച്ചവരായി ഈ ഒരു പുതിയ കാഴ്ചപ്പാടോടെ നമുക്ക് മടങ്ങിപ്പോകാൻ സാധിക്കും. യേശു സന്തോഷം മാത്രമല്ല, അതിൻ്റെ കൂടെ സമാധാനവും വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. നമുക്ക് വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 27-ാം വചനത്തിൽ യേശു നമുക്ക് തരുന്ന സമാധാനത്തെക്കുറിച്ചും പറയുന്നു. ഇത് രണ്ടും ചേർന്ന് പോകുന്ന കാര്യങ്ങളാണ്. വായിക്കാം. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും അരുത്. യേശു പറയുകയാണ്, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ഈ ശിഷ്യന്മാർക്ക് ഇപ്പോൾ സമാധാനം ഇല്ല. 3.5 വർഷം തങ്ങളുടെ ലീഡറും ഗുരുവുമായിരുന്ന ആൾ തങ്ങളെ വിട്ട് പോവുകയാണെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അവരുടെ സമാധാനമൊക്കെ പോയി. അവരുടെ മീൻപിടുത്തവും വള്ളവും വലയും എല്ലാം വിട്ട് ജീവന ഉപാധികളൊക്കെ ഉപേക്ഷിച്ച് യേശുവിൻ്റെ പുറകെ വന്നതാണ്. ഇപ്പോൾ അദ്ദേഹം പറയുക, ഞാൻ പോവുകയാണ്. അവരുടെ സമാധാനമൊക്കെ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അവരോട് യേശു പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് തീർന്നു പോകാത്ത സമാധാനം തന്നേച്ചു പോകുന്നു എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു. ഈ ലോകം തരുന്നത് പോലെ അല്ല ഞാൻ തരുന്നത്. പ്രിയമുള്ളവരെ, ആ ഒരു വാചകം നമ്മുടെ മനസ്സിലിരിക്കട്ടെ. ഈ ലോകം തരുന്ന ഒരു സമാധാനമുണ്ട്, ഈ ലോകം തരുന്ന ഒരു സന്തോഷമുണ്ട്. ശരിയാണോ? ഒരല്പം സമാധാനവും സന്തോഷമൊക്കെ യേശുവിനെ അറിയാത്തവർക്കുമൊക്കെ ഉണ്ട്. ദൈവത്തിൻ്റെ മാർഗത്തിൽ വരണമെന്നില്ല. അല്പം സന്തോഷവും സമാധാനമൊക്കെ മിക്ക പേർക്കുമൊക്കെ ഉണ്ട്. എന്നാൽ യേശു പറയുകയാണ്, ഞാൻ തരുന്ന സന്തോഷവും സമാധാനവും ഈ ലോകത്തിൽ നിങ്ങൾ കിട്ടുന്ന പോലെയല്ല. ദുഃഖങ്ങളിലും കഷ്ടങ്ങളിലും ശോധനകളിലും പ്രതികൂലങ്ങളിലും പ്രതിസന്ധികളിലും ഒക്കെയും നശിച്ചു പോകാത്ത, കുറഞ്ഞു പോകാത്ത ഒരു സന്തോഷവും പിന്നെ ഒരു സമാധാനവും ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. പ്രിയപ്പെട്ടവരെ, ഈ സന്തോഷവും സമാധാനവും ഇതാണ് ദൈവം നമുക്ക് നൽകുവാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് രാവിലെ നാം ചിന്തിക്കാൻ പോകുന്നത് ഈ കാര്യമാണ്. ഒരു സാഹചര്യത്തിനും നശിപ്പിക്കാൻ കഴിയാത്തൊരു സന്തോഷം, അങ്ങനെയുള്ള സമാധാനം യേശു നമുക്കായിട്ട് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. എന്നാൽ യേശു നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കുകയില്ല. ഞാനും നിങ്ങളും അത് കർത്താവിൻ്റെ അടുത്ത് പോയി സ്വീകരിക്കണം, അത് വാങ്ങിക്കണം. ദൈവമേ, ഈ പറഞ്ഞ ക്വാളിറ്റിയുള്ള, ഗുണനിലവാരമുള്ള, ഉയർന്ന തലത്തിലുള്ള സന്തോഷവും അങ്ങനെയുള്ളൊരു സമാധാനവും എനിക്ക് വേണം. എനിക്കതിപ്പോൾ ഇല്ല കർത്താവേ, എനിക്കതില്ല. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ സമാധാനം പോകും, ഇടയ്ക്കിടയ്ക്ക് സന്തോഷം അങ്ങ് പോകും, ഇടയ്ക്ക് സങ്കടവും കരച്ചിലും വേദനയും വിഷമങ്ങളൊക്കെ വരുമ്പോൾ വല്ലാത്ത അസ്വസ്ഥതയുണ്ടാകും. ഇതൊക്കെ ഒന്ന് മാറ്റി എല്ലായ്പ്പോഴും നിലനിൽക്കുന്ന ഈ സന്തോഷം എനിക്ക് നൽകണമേ. ഇന്ന് രാവിലെ പ്രാർത്ഥിക്കാമോ? ദൈവം നിശ്ചയമായിട്ടും നമുക്ക് ഈ സന്തോഷം നൽകുവാൻ ആഗ്രഹിക്കുന്നു. ഇതാണ് ഒരു ക്രിസ്ത്യ വിശ്വാസിയുടെ അനുഭവം എന്ന് പറയുന്നത്. ഇനി ചോദിക്കട്ടെ, ഞാൻ ഓരോ ചോദ്യങ്ങൾ ചോദിച്ചാണ് വരുന്നത്. എന്താണ് ഈ സന്തോഷം എന്നാണ് പറഞ്ഞു വന്നത്? ലൗകിക സന്തോഷമുണ്ട്, സ്വർഗീയമായ സന്തോഷമുണ്ട്, രണ്ടാമത്തേതാണ് നമ്മുടെ അവകാശം. ഇനി ഈ സന്തോഷം എങ്ങനെ ലഭിക്കും എന്നുള്ളതിനെക്കുറിച്ചും 2 വാക്ക് പറയാം. ഹൗ ടു റിസീവ് ദിസ് ജോയ്? നശിച്ചു പോകാത്ത നിലനിൽക്കുന്ന ഈ സന്തോഷം എങ്ങനെയാണ് കിട്ടുന്നത് എന്ന് നമുക്ക് നോക്കാം. ചുരുക്കമായിട്ട് പറഞ്ഞാൽ, നമ്മുടെ അധ്വാനം കൊണ്ട് കിട്ടുന്നതല്ല, നമ്മുടെ പണം കൊണ്ടും ആരോഗ്യം കൊണ്ടും വിദ്യാഭ്യാസം കൊണ്ടും കിട്ടുന്നതൊന്നും അല്ല. മറിച്ച്
ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമുക്ക് നൽകുന്നതാണ് ഈ സന്തോഷം. അങ്ങനെയാണ് റോമർ 14 അധ്യായം 17 വാക്യത്തിൽ വായിക്കുന്നത്. റോമൻസ് 14:17 നമുക്ക് വായിക്കാം. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. ദൈവരാജ്യത്തെക്കുറിച്ച് പറയുമ്പോൾ ദൈവരാജ്യത്തിൻ്റെ ഘടകങ്ങൾ അഥവാ ഇൻഗ്രീഡിയൻസ്, അതിൻ്റെ ഘടകങ്ങൾ ഭക്ഷണവും പാനീയവും ഈ ലോകത്തിലെ കാര്യങ്ങളുമൊന്നും അല്ല. നീതിയുണ്ട്, സമാധാനമുണ്ട്, പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം. ശ്രദ്ധിക്കണമേ, ദൈവമക്കൾക്കുള്ള സന്തോഷം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനാൽ ദൈവം നമ്മുടെ ഉള്ളിൽ തരുന്ന ഒരു സന്തോഷമാണ്. ദൈവസ്നേഹവും പരിശുദ്ധാത്മാവാണ് നൽകുന്നത്. എല്ലാ നല്ല ഗുണങ്ങളും പരിശുദ്ധാത്മാവാണ് നമുക്ക് നൽകുന്നത്. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. നാം ഗലാത്യർ 5 അധ്യായത്തിൽ ആത്മാവിൻ്റെ ഫലം എന്നുള്ള വിഷയം വായിക്കുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും അത് കാണാപ്പാടം അറിയാം. 9 കൂട്ടം കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം. നോക്കുക, ഇത് മൂന്നും ചേർന്ന് വരുന്നതാണ്. ഇതിൽ ഒരു കാര്യമേ എനിക്കുള്ളൂ എന്ന് ആർക്കും പറയാൻ കഴിയത്തില്ല. ദൈവം നമുക്കിത് മൂന്നും കൂടെയാണ് തരുന്നത്. ഒരു കാറ്റഗറി, ഒരു ഗ്രൂപ്പാണത്. സ്നേഹം, സന്തോഷം, സമാധാനം. ഇവിടെ നാം 2 കാര്യങ്ങളെക്കുറിച്ച് യേശു പറഞ്ഞു. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. പരിശുദ്ധാത്മാവിനാലാണ് നാം അത് പ്രാപിക്കുന്നത്. എൻ്റെ സന്തോഷം ഞാൻ നിങ്ങൾക്ക് തരുന്നു, അതും പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെയാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ സന്തോഷവും സമാധാനവും ഈ സ്നേഹവും അത് അഴിഞ്ഞു പോകാത്തതാണ്, ഉതിർന്നു പോകാത്തതാണ്. അത് ഒരാൾ ദേഷ്യപ്പെട്ട് 2 വർത്തമാനം ഇങ്ങോട്ട് പറഞ്ഞാൽ ഉടനെ തീർന്നു പോകുന്ന സ്നേഹമല്ല, സന്തോഷമല്ല. അത് നിലനിൽക്കുന്ന സന്തോഷമാണ്. അത് യേശുവിൽ നിന്ന് കിട്ടുന്ന സന്തോഷമാണ്, പരിശുദ്ധാത്മാവ് നൽകുന്ന സന്തോഷമാണ്. ഞാൻ അതിനെക്കുറിച്ചാണ് ഇന്ന് ഊന്നി പറയാൻ ആഗ്രഹിക്കുന്നത്. കർത്താവിന് സ്തോത്രം. ആ സന്തോഷത്തെക്കുറിച്ച് നാം തിരുവെഴുത്തിൽ വായിക്കുന്നു. അത് നമ്മുടെ ബലമാണെന്നാണ് നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ പറയുന്നത്. നെഹമ്യാവിൻ്റെ പുസ്തകം 8 അധ്യായം 10 വചനം നമുക്കെല്ലാവർക്കും വളരെ പരിചയമുണ്ട്. ആ വാക്യം എന്താണ് പറയുന്നത്? യഹോവയിങ്കിലെ സന്തോഷം നിങ്ങളുടെ ബലമാകുന്നു. യഹോവയിങ്കിലെ സന്തോഷം നിങ്ങളുടെ ബലമാകുന്നുവല്ലോ. ദ ജോയ് ഓഫ് ദ ലോർഡ് ഈസ് യുവർ സ്ട്രെങ്ത്. കർത്താവിലുള്ള സന്തോഷമാണ് നമ്മുടെ ബലം. ദൈവമക്കളായ നാം ഏത് സാഹചര്യത്തിലും ഉറച്ചു നിൽക്കുവാനായിട്ട് കർത്താവിലുള്ള സന്തോഷം നമുക്ക് ആവശ്യമാണ്. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ ആത്മാവിനാൽ ഈ നശിച്ചു പോകാത്ത, തീർന്നു പോകാത്ത, ആരും എടുത്തു കളയാത്ത ഈ സന്തോഷത്താൽ എൻ്റെ ഹൃദയത്തെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കാമോ? കർത്താവ് നിശ്ചയമായിട്ടും താൻ വാഗ്ദത്തം ചെയ്ത പ്രകാരം ഇന്ന് നമ്മുടെ ഹൃദയങ്ങളെ ഈ സന്തോഷത്താൽ നിറച്ച് ഇവിടുന്ന് പറഞ്ഞയക്കും. ബൈബിളിൽ അനേകം ദൃഷ്ടാന്തങ്ങൾ, ദൈവഭക്തന്മാരുടെ ദൃഷ്ടാന്തങ്ങളുണ്ട്. അവർ പലയിടത്തും പറയുക, എൻ്റെ ഹൃദയത്തിൽ സന്തോഷം നിറഞ്ഞിരിക്കുന്നു, സന്തോഷം കൊണ്ട് ഞാൻ കവിഞ്ഞിരിക്കുന്നു എന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. എൻ്റെ ഹൃദയത്തിൽ സന്തോഷം നിറഞ്ഞിരിക്കുന്നു. തനിക്ക് പ്രതികൂലമില്ലാഞ്ഞിട്ടല്ല, ചുറ്റുമെല്ലാം പ്രതികൂലമാണ്. പലപ്പോഴും ജയിലിൽ കിടന്നുകൊണ്ടാണ് എഴുതുന്നത്. സന്തോഷത്താൽ എൻ്റെ ഹൃദയം നിറഞ്ഞ് കവിയുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഈ സന്തോഷം ആഗ്രഹിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാമോ? ചോദിക്കാമോ? കർത്താവേ, എനിക്ക് ഈ സന്തോഷം വേണം. ഞാൻ ഇനി ചില കാര്യങ്ങൾ ഈ ദൈവം യേശു തരാൻ ആഗ്രഹിക്കുന്ന ക്രിസ്തീയമായ സന്തോഷത്തെക്കുറിച്ച് ചില പ്രത്യേകമായ യുണീക്കായ അനന്യമായ ചില കാര്യങ്ങൾ പ്രസ്താവിക്കാം. 3-4 കാര്യങ്ങൾ പറയാം. അതിൻ്റെ ചില ദൃഷ്ടാന്തങ്ങൾ വായിച്ച് കേൾപ്പിക്കാം. ദൈവമക്കൾക്ക് മാത്രം അവകാശമാക്കുവാൻ കഴിയുന്ന ഈ സന്തോഷത്തിലേക്ക് നമുക്ക് ഒന്ന് നോക്കാം. ഞാൻ ആദ്യം ഒരു ദൃഷ്ടാന്തം പറയാം. ഒരു കൃഷിക്കാരനെ കുറിച്ചാണ് പറയുന്നത്. ആരെക്കുറിച്ചാ? ഒരു കൃഷിക്കാരനെ കുറിച്ചാണ് പറയുന്നത്. കാലാവസ്ഥ പ്രതികൂലമായപ്പോൾ അദ്ദേഹത്തിൻ്റെ കൃഷി മുഴുവനും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. മുഴുവൻ നഷ്ടപ്പെട്ടു. അതിനെക്കുറിച്ച് നമുക്ക് വായിക്കാം. ഹബക്കൂക്കിൻ്റെ പുസ്തകം 3 അധ്യായം 17-18 വചനങ്ങൾ വായിക്കാം. അത്തിവൃക്ഷം തളിർക്കയില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകുകയില്ല, ഒലിവ് മരത്തിൻ്റെ പ്രയത്നം നിഷ്ഫലമായി പോകും, നിലങ്ങൾ ആഹാരം വിളയിക്കുകയില്ല, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും, ഗോശാലകളിൽ കന്നുകാലി ഉണ്ടായിരിക്കുകയില്ല. എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ കർഷകനെ കുറിച്ച് ഒരു നിമിഷം ചിന്തിക്കുക. ഇസ്രായേൽ ദേശത്തുള്ള ഒരു കർഷകൻ്റെ സാക്ഷ്യമാണ്. ഹബക്കൂക്കാണ് അത് എഴുതിയിരിക്കുന്നത്. ഒരു കർഷകൻ്റെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ് താൻ പറയുന്നത്. 4 കാര്യങ്ങൾ ആദ്യം പറഞ്ഞിട്ടുണ്ട്. അത് 4 കൃഷിയെക്കുറിച്ചാണ്, സസ്യങ്ങളെക്കുറിച്ചാണ്.
താൻ കൃഷി ചെയ്ത വിളകളൊക്കെ നശിച്ചു പോകുന്നു, ഒന്നിലും ഫലമില്ല. അത്തിവൃക്ഷത്തിന് തളർപ്പില്ല, മുന്തിരിവള്ളിയിൽ കായുണ്ടാകുന്നില്ല, ഒലിവുമരത്തിൻ്റെ പ്രയത്നം നിഷ്ഫലമായി പോയി, നിലത്ത് ഗോതമ്പും യവവും ഒന്നും വിളയുന്നില്ല. ഇങ്ങനെ വന്നാൽ ആ മനുഷ്യൻ പട്ടിണി കിടന്ന് മരിച്ചു പോകും. പിന്നെ അദ്ദേഹത്തിന് കുറച്ച് കന്നുകാലികളുണ്ട്, അതിൻ്റെ അവസ്ഥയോ? ആട്ടിൻകൂട്ടം എല്ലാം നശിച്ചു പോകും, കന്നുകാലികളൊന്നും ഉണ്ടായിരിക്കത്തില്ല, എല്ലാം ചത്തുപോകും. എന്ന് വെച്ചാൽ ഈ കർഷകൻ ഒരു വലിയ പൂജ്യത്തിലേക്ക് വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാ സാധ്യതകളും അസ്തമിച്ചു. ഒരു പ്രതീക്ഷയുമില്ല, ഇനി മുമ്പോട്ട് ജീവിക്കാൻ മാർഗമില്ല. നമ്മുടെ നാട്ടിലൊക്കെ പലരും ഒരുപാട് കടം മറിച്ച് ജീവിച്ച് ബിസിനസ്സൊക്കെ ചെയ്ത് ഒടുവിൽ മുഴുവൻ നശിപ്പിച്ച് എല്ലാം തീർന്നു, ഇനി ഒരു രക്ഷയില്ലെന്ന് പറയുമ്പോൾ അവർ ജീവൻ എടുക്കാൻ തീരുമാനിക്കുന്നത് നാം പലപ്പോഴും കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, നമ്മുടെ നാട്ടിലൊക്കെ സംഭവിക്കാറുണ്ട്. അതുകൊണ്ട് അനാവശ്യമായ വായ്പകളൊന്നും വാങ്ങരുത്, ഉള്ളത് കൊണ്ടൊക്കെ ജീവിക്കണമെന്ന് സഭയിൽ പറയുന്നത്. ദൈവം നൽകിയതുകൊണ്ടൊക്കെ ജീവിക്കണം, സന്തോഷമായിട്ട് നമുക്ക് കുറച്ചു കാലം ജീവിക്കാൻ പറ്റും. എന്നാൽ ഈ മനുഷ്യൻ പറയുകയാണ്, ഇങ്ങനെയൊക്കെ സാഹചര്യങ്ങളെല്ലാം എനിക്ക് പ്രതികൂലമാണെങ്കിലും ഞാൻ ഒരു ദൈവ പൈതലാണ്, ഞാൻ യഹോവയായ ദൈവത്തിലേക്ക് നോക്കും, അവനിൽ ആനന്ദിക്കും, എൻ്റെ പ്രത്യാശ എൻ്റെ കർത്താവിലാണ്. എൻ്റെ ചുറ്റുമുള്ള സാഹചര്യങ്ങൾ 6 നെഗറ്റീവാണ്, 6 കാര്യങ്ങളും എനിക്ക് പ്രതികൂലമാണ്, എങ്കിലും ഞാൻ കർത്താവിലേക്ക് നോക്കും, അവിടുന്നാണ് എൻ്റെ സന്തോഷം. പ്രൈസ് ദി ലോർഡ്. ഈ ഹബക്കൂക്കിൻ്റെ ഈ സാക്ഷ്യം, ഈ കർഷകൻ്റെ സാക്ഷ്യം നമുക്ക് ഏറ്റുപറയാമോ? ദൈവമേ, എനിക്കെതിരായിട്ട് ചുറ്റുപാടും എന്തെല്ലാം പ്രതിസന്ധിയും പ്രതികൂലങ്ങളും ദുഃഖങ്ങളും വേദനകളും നഷ്ടങ്ങളും കണ്ടാലും ഞാൻ അതിൽ ദുഃഖിക്കുകയില്ല. ഞാൻ എൻ്റെ കർത്താവിൽ ആനന്ദിക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. ഐ വിൽ എക്സൾട്ട് ഇൻ ദ ലോർഡ്, ഐ വിൽ റിജോയ്സ് ഇൻ ദ ഗാഡ് ഓഫ് മൈ സാൽവേഷൻ. യേശുവാണ് എൻ്റെ രക്ഷകൻ. യേശുവിൻ്റെ വാഗ്ദത്തങ്ങൾ എനിക്ക് മുറുകെ പിടിക്കുവാൻ കൊള്ളാകുന്നവയാണ്, മതിയായവയാണ് എന്നിന്ന് രാവിലെ വിശ്വസിക്കാമോ? ക്രിസ്തീയ ജീവിതം വളരെ സങ്കീർണമല്ല, കോംപ്ലിക്കേറ്റഡ് അല്ല, വളരെ സിമ്പിളാണ്. ഒരു ഭക്തയായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. ദൈവത്തിൽ നാം നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ സന്തോഷമുള്ള ജീവിതം വളരെ ഈസിയാണ്. ചുറ്റുമുള്ള കാര്യങ്ങൾ പ്രതികൂലമാകുമ്പോഴും എൻ്റെ ദൈവം ജീവിക്കുന്നു, യേശു ജീവിക്കുന്നു, എൻ്റെ ദൈവം ജീവിക്കുന്നു, അവനിൽ ഞാൻ ആനന്ദിക്കും, എൻ്റെ കാര്യങ്ങളൊക്കെ എൻ്റെ കർത്താവ് കൈകാര്യം ചെയ്തുകൊള്ളും, എനിക്കതുകൊണ്ട് ഭയമില്ല, എനിക്ക് സന്തോഷമുണ്ട് എന്ന് പറയാൻ സാധിക്കും. ദൈവമക്കളെ, സഹോദരങ്ങളെ, ഈ കാര്യം, ഈ കൃഷിക്കാരൻ്റെ കാര്യം നിങ്ങളുടെ സ്വന്തം സാക്ഷ്യമാക്കാമോ? എന്തെല്ലാം പ്രതികൂലങ്ങൾ വന്നാലും എൻ്റെ കർത്താവ് ജീവിക്കുന്നു, ദൈവം എൻ്റെ കൂടെ ഉണ്ട്, അത് മതി. പ്രൈസ് ദി ലോർഡ്. പണ്ടൊരു കുട്ടി സൺഡേ സ്കൂളിൽ വാക്യം പറയാൻ എഴുന്നേറ്റ കാര്യം അറിയാമോ? 23-ാം സങ്കീർത്തനം അവനെ കാണാതെ പഠിച്ചുകൊണ്ട് വന്നതാണ്. അവിടെ മത്സരത്തിന് അവിടെ കയറി സ്റ്റേജിൽ നിന്നപ്പോൾ അവനാകെ ഒരു പേടിയും വിറയലും വന്നു. യഹോവ എൻ്റെ ഇടയനാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞ് ബാക്കി എന്ത് ചെയ്താൽ ഓർക്കുന്നില്ല, അത് മറന്നുപോയി. കുറേ അവൻ തലചൊറിഞ്ഞൊക്കെ ചിന്തിച്ചു, ഇതൊന്ന് കണ്ടുപിടിക്കാമോ? പല പ്രാവശ്യം പറഞ്ഞു യഹോവ എൻ്റെ ഇടയനാകുന്നു. കുറച്ച് കഴിഞ്ഞും മതി, അത്രയും മതി, അത് മതി, ഞാൻ നിർത്തുക എന്ന് പറഞ്ഞാൽ പോയി. ആ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ? യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കത് മതി. പ്രൈസ് ദി ലോർഡ്. ബാക്കിയൊക്കെ ഞാൻ മറന്നുപോയി, സാരമില്ല. ദൈവം നമ്മുടെ ഇടയനും കർത്താവുമാണെങ്കിൽ അത് മതി എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതിൻ്റെ ബാക്കി പലതും മറന്നുപോകും, പല പ്രശ്നങ്ങളും വരും, വിഷമങ്ങൾ വരും, എങ്കിലും കർത്താവ് ഞങ്ങളുടെ കൂടെ ഉണ്ട്, അത് മതി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിലെ സന്തോഷം നമ്മുടെ ബലമാകുന്നു. കൃഷിക്കാരൻ്റെ ദൃഷ്ടാന്തം നാം പറഞ്ഞു. ഇനിയും പീഡനങ്ങൾ കൂടെ ഉപദ്രവങ്ങൾ കൂടെയും കടന്നുപോയ ചില ദൈവമക്കളുടെ ഉദാഹരണം നമുക്ക് ബൈബിളിൽ നിന്ന് വായിച്ചു നോക്കാം. അത് അപ്പോസ്തല പ്രവൃത്തികളിൽ ആദിമ വിശ്വാസികളുടെ അനുഭവങ്ങളാണ്. അവർക്ക് നേരിട്ട പീഡനങ്ങളിൽ ഒക്കെയും അത് കടന്നു പോയപ്പോൾ അവരെങ്ങനെയാണ് പിടിച്ചു നിന്നത്? അപ്പോസ്തല പ്രവൃത്തികൾ 5-ാം അധ്യായം 41-ാം വചനം വായിക്കാം. തിരുനാമത്തിനു വേണ്ടി അപമാനം സഹിക്കുവാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ അവർ സന്തോഷിച്ചുകൊണ്ട് ന്യായാധിപ സംഘത്തിൻ്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടുപോയി. യഹൂദന്മാരുടെ ന്യായാധിപ സംഘത്തിൽ പത്രോസിനെയും മറ്റ് ദൈവദാസന്മാരെയോ ദൈവമക്കളെയൊക്കെ വിളിച്ചു വരുത്തി അവരെ ഭീഷണിപ്പെടുത്തി അവരെ തല്ലുകയും ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്ത ശേഷം അവരോട് കർശനമായിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ നാമത്തിൽ ഒരശേഷം ഇനി സംസാരിച്ചു പോകരുത് എന്നൊക്കെ പറഞ്ഞ് അവരെ ഭീഷണിപ്പെടുത്തി വിട്ടയച്ചു. അങ്ങനെയുള്ള പല സംഭവങ്ങളും ആ അധ്യായങ്ങളിൽ നാം വായിക്കുന്നുണ്ട്. എന്നാൽ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ അവരെ തർജ്ജനം ചെയ്ത് ഭീഷണിപ്പെടുത്തി വിട്ടയച്ചപ്പോൾ അവർ സന്തോഷിച്ചുകൊണ്ട് ആ ന്യായാധിപന്മാരുടെ അല്ലെങ്കിൽ സിനഗോഗിലെ അല്ലെങ്കിൽ ആലയത്തിലെ
യഹൂദ നേതാക്കന്മാരുടെ മുമ്പിൽ നിന്നും അവർ സന്തോഷത്തോടെ ഇറങ്ങിപ്പോയി. എന്തുകൊണ്ടാണ് സന്തോഷിച്ചത്? യേശുവിൻ്റെ നാമത്തിന് വേണ്ടി അല്പം അപമാനം സഹിക്കുവാനുള്ള പദവി എനിക്ക് കിട്ടിയല്ലോ, അതായിരുന്നു അവരുടെ സന്തോഷം. യേശുവിന് വേണ്ടി നിന്ന അപമാനം, ഭീഷണി ഒക്കെ സഹിക്കേണ്ടി വരുമ്പോൾ ഈ ആദിമ വിശ്വാസികൾ അങ്ങനെ വന്നപ്പോൾ അവർ സന്തോഷിച്ചുകൊണ്ട് ഇറങ്ങി പുറപ്പെട്ടു. ഇത് ദൈവമക്കളുടെ ഒരു അനുഭവമാണ്. പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഭീഷണികളും ഒക്കെ വരുമ്പോൾ, കൊല്ലപ്പെടാനും തല്ലുകൊള്ളാനും ജയിലിൽ കിടക്കാനും ഒക്കെയുള്ള സാഹചര്യം വരുമ്പോഴും അവിടെ പിടിച്ചു നിൽക്കാനും സാധിക്കുന്നത് കർത്താവിലേക്ക് നോക്കുന്നത് കൊണ്ടാണ്. എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള ആ ബോധ്യം കൊണ്ടാണ് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നത്. ഇന്ന് വടക്കേ ഇന്ത്യയിൽ പലയിടത്തും ക്രിസ്ത്യാനികൾക്ക് വളരെ പ്രതിസന്ധികളും എതിർപ്പുകളും നേരിടേണ്ടി വരുന്നുണ്ട്. എങ്കിലും ആ സാഹചര്യങ്ങളിലൊക്കെ അവർ പിടിച്ചു നിൽക്കുന്നത് യേശു ജീവിക്കുന്നു എന്നുള്ള അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ്, ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഈ ജയിൽവാസവും ഈ കഷ്ടതയും പ്രയാസവും നഷ്ടവും അപമാനവും ഒക്കെ അത് ദൈവരാജ്യത്തിന് വേണ്ടിയാണ്, തിരുനാമത്തിന് വേണ്ടിയാണ് എന്നുള്ള ബോധ്യം അവർക്കുണ്ട്. അതുകൊണ്ടാണ് അവർ പിടിച്ചു നിൽക്കുന്നത്. ദൈവമക്കൾക്ക് മാത്രമേ ഇങ്ങനെയുള്ള പ്രതിസന്ധികളിലും പീഡനങ്ങളിലും പിടിച്ചു നിൽക്കുവാൻ സാധിക്കത്തുള്ളൂ, സന്തോഷമായിട്ട് നിൽക്കാൻ കഴിയത്തുള്ളൂ. ഇനിയും അപ്പോസ്തലനായ പൗലോസിൻ്റെയും ശീലാസിൻ്റെയും ഒരു ദൃഷ്ടാന്തം കൂടെ നമുക്ക് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായം 23 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. ആക്ട്സ് 16:23 ഓൺവേർഡ്സ്. അവരെ വളരെ അടുപ്പിച്ച ശേഷം തടവിലാക്കി കാരാഗൃഹ പ്രമാണിയോട് അവരെ സൂക്ഷ്മത്തോടെ കാക്കുവാൻ കൽപ്പിച്ചു. ഈ പൗലോസിനെയും ശീലാസിനെയും വളരെ അടി കൊടുത്തു. വെറുതെ കൈ നീട്ടി അധ്യാപകർ കൈയുള്ളയിൽ അടിക്കുന്ന പോലെയൊന്നും അല്ല ജയിലിൽ പിടിച്ചിട്ടുള്ള അടിയെന്ന് പറയുന്നു. അത് വളരെ ശക്തമായി അവരുടെ പുറത്തും ശരീരത്തുമൊക്കെ അടിച്ച് മുറിവേൽപ്പിക്കുന്ന വളരെ ചാട്ടോണ്ടുള്ള അടിയൊക്കെയാണ്. അങ്ങനെയുള്ള അടിയൊക്കെ കൊടുത്ത് അവർ ശരീരമൊക്കെ മുറിഞ്ഞ് വേദനിച്ച് രക്തമൊഴുകി വേദനിച്ച് എന്നിട്ട് അവർ ജയിലിൻ്റെ ഉള്ളിലുള്ള ഒരു സെല്ലിനകത്ത് അവരെ ഇട്ട് പൂട്ടി അവിടെ ഇട്ടിരിക്കുകയാണ്. വായിക്കാം. അവൻ ഇങ്ങനെയുള്ള കൽപ്പന കിട്ടുകയാൽ അവരെ അകത്തെ തടവിലാക്കി അവരുടെ കാൽ ആമത്തിലിട്ടു പൂട്ടി. അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ച ദൈവത്തെ പാടി സ്തുതിച്ചു. അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും അവരെ ഉണർന്നിരുന്നു, പ്രാർത്ഥിച്ചു. ഞങ്ങളെയൊക്കെ പണ്ട് ദൈവദാസന്മാരെ പഠിപ്പിച്ചിട്ടുണ്ട്, ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങണം, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കേണ്ട എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ എത്ര പേർക്ക് അത് സ്വീകരിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സാമ്പത്തിക മാത്രമല്ല, മറ്റു പല രീതികളിലും നമുക്ക് ഞെരുക്കവും പ്രയാസങ്ങളും ഉണ്ടാകാം. മാനസികമായ ഞെരുക്കങ്ങളും പീഡനങ്ങളും വരാം, സങ്കടവും വിഷമങ്ങളും വരാം. എന്നാൽ ഇതിൽ കൂടെയൊക്കെ കടന്നു പോകുമ്പോഴും ഒരു സന്തോഷ സമൃദ്ധിയുടെ അനുഭവം ദൈവമക്കൾക്കുണ്ട് എന്ന് മാത്രമല്ല, ദൈവദാസന്മാരുടെ ദൈവമക്കളുടെ സഹായത്തിന് വേണ്ടി ഒരു പിരിവെടുത്തപ്പോൾ ഈ മക്കദോന്യയിലെ വിശ്വാസികൾ അവരുടെ കഴിവിനപ്പുറത്തായിട്ട് ഔദാര്യമായിട്ട് തങ്ങൾക്കുള്ളതെല്ലാം കൊണ്ട് ദാനം ചെയ്തു എന്നിവിടെ വായിക്കുന്നു. ഔദാര്യമായി അവർ കൊടുത്തു. സന്തോഷ സമൃദ്ധിയുള്ളവരായിരുന്നു അവർ. ക്രിസ്തുവിൽ കൂടെ ലഭിക്കുന്ന ഒരു സന്തോഷ സമൃദ്ധിയുണ്ട്. അതിലേക്ക് നമ്മുടെ കണ്ണുകളെ തിരിക്കാം. ഇനി വേറെ ചില ദൈവമക്കളെക്കുറിച്ച് മറ്റൊരു ദൃഷ്ടാന്തം വായിക്കാം. അത് അവർക്കുണ്ടായിരുന്ന സമ്പത്തൊക്കെയും നഷ്ടപ്പെട്ടു. അവരുടെ എതിരാളികൾ വന്ന് പിടിച്ചെടുത്തുകൊണ്ട് പോയി. പക്ഷേ എല്ലാം അപഹരിക്കപ്പെട്ടപ്പോഴും അവർ സന്തോഷമുള്ളവരായിരുന്നു. എബ്രായരുടെ പുസ്തകം 10-ാം അധ്യായം 34-ാം വാക്യം വായിക്കാം. തടവുകാരോട് നിങ്ങൾ സഹതാപം കാണിച്ചതല്ലാതെ സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് നിങ്ങൾക്കുണ്ട് എന്നറിഞ്ഞ് സമ്പത്തുകളുടെ അപഹാരവും സന്തോഷത്തോടെ സഹിച്ചുവല്ലോ. സമ്പത്തുകളുടെ അപഹാരം, തങ്ങളുടെ സമ്പത്ത്, സ്വത്ത് മറ്റുള്ളവരൊക്കെ അപഹരിച്ചു കൊണ്ടുപോയി. പക്ഷേ ഈ ദൈവമക്കൾ എന്ത് ചെയ്തു? അത് സന്തോഷത്തോടെ സഹിച്ചു. ദൈവത്തിന് സ്തോത്രമെന്ന് പറഞ്ഞു. എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ ദൈവമേ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു, ഞങ്ങൾക്ക് അവിടെ തന്നതാണ്, അതാണ് നഷ്ടപ്പെട്ടത്, ഞങ്ങൾ അങ്ങേ സ്തോത്രം ചെയ്യുന്നു. ഇനി ഇതുപോലെയോ ഞങ്ങളുടെ ആവശ്യമനുസരിച്ച് തരുവാൻ ദൈവമേ നീ സമ്പന്നനാണ് എന്നുള്ള വിശ്വാസമാണ് അവരെ സന്തോഷത്തിലേക്ക് വഴി നടത്തിയത്. നമുക്ക് നമ്മുടെ വസ്തുവകകൾ, സ്വത്ത്, പണം ഒക്കെ നഷ്ടപ്പെടുമ്പോൾ, ആരെങ്കിലും കവർന്നു കളയുമ്പോൾ, അല്ലെങ്കിൽ ദൈവം നമ്മുടെ വീട്ടിൽ ഒരു കള്ളനെ പറഞ്ഞു വിടുമ്പോൾ, അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എങ്കിലും അത് രസകരമായിട്ട് ഞാൻ പറഞ്ഞതാണ്. വീട്ടിലൊരു കള്ളൻ കയറിയാൽ അത് ദൈവം അറിയാതെ വരുന്നതല്ല. ദൈവം നമ്മോടെന്തെങ്കിലും പറയാൻ ആഗ്രഹിച്ചാണ് ഒരു കള്ളനെ വിടുന്നത് എന്ന് ചിന്തിക്കാം. നാം ദൈവത്തിൽ നിന്ന് അകന്നു മാറി നിൽക്കുകയായിരിക്കും. ദൈവത്തിനൊന്നും കൊടുക്കാതെ എല്ലാം ഞെരുക്കി, കൈയൊക്കെ ഞെരുക്കി പിടിച്ചിരിക്കുമ്പോഴായിരിക്കും ഒരു കള്ളനെ വിടുന്നത്. കള്ളൻ വന്ന് കുറേ അങ്ങ് എടുത്തുകൊണ്ട് പോയി.
അപ്പോൾ നമ്മൾ ചിന്തിക്കുക, ശരി, ബാക്കി ഇത്രയൊക്കെ മിച്ചമുണ്ടല്ലോ, ദൈവത്തിന് കൊടുത്തേക്കാം എന്ന് ചിന്തിക്കാൻ തുടങ്ങും. അതുകൊണ്ട് കള്ളന്മാർക്ക് വേണ്ടിയും നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ പറ്റും. കുരിശിൽ കിടന്ന ഒരു കള്ളൻ കർത്താവിനെ സ്വീകരിച്ച് സ്വർഗത്തിൽ പോയി എന്ന് നമുക്കറിയാം. കള്ളന്മാർ വരുമ്പോഴും അപഹരിച്ചുകൊണ്ട് പോകുമ്പോഴും സന്തോഷിക്കുന്ന ഒരു സന്തോഷമാണ് ദൈവമക്കളുടെ സന്തോഷം. ഇത് കേവലം ഐഡിയലിസം അല്ല, ചില തിയറി ഇങ്ങനെ പറഞ്ഞു പോകുന്നതല്ല. ഇത് ബൈബിളിൽ നമുക്ക് വേണ്ടി എഴുതിയിരിക്കുന്ന സത്യങ്ങളാണ്. ഇതുപോലെ ജീവിക്കാൻ വേണ്ടിയാണ് എഴുതിയിരിക്കുന്നത്. ദൈവമേ, നഷ്ടം വരുമ്പോൾ, എല്ലാം കള്ളന്മാർ കൊണ്ടുപോകുമ്പോൾ, അല്ലെങ്കിൽ കള്ളന്മാരല്ലാത്ത നല്ല മനുഷ്യരും എല്ലാം അപഹരിച്ചുകൊണ്ട് പോകുമ്പോൾ, ഞങ്ങളുടെ മാന്യതയും മാനവും ഒക്കെ അപഹരിക്കുമ്പോൾ, ഞങ്ങൾ അപമാനിതരാകുമ്പോൾ സ്തോത്രം പറയുവാൻ, സന്തോഷിക്കുവാൻ ഞങ്ങളെക്കുറിച്ച് ദൈവമേ നീ ആഗ്രഹിക്കുന്നുണ്ട്. ഇതാണ് പ്രിയപ്പെട്ടവരെ സ്വർഗീയമായ സന്തോഷം എന്ന് പറയുന്നത്. ഭൗമികമായ സന്തോഷം ഒരു താണ തലത്തിലുള്ളതാണ്, ലോവർ ലെവലിലുള്ളതാണ്. ദൈവമക്കൾക്ക് ദൈവം തരുന്ന ആത്മീകമായ സന്തോഷമാണ്. ഭൗതികമായതൊന്നും ഇല്ലാതിരിക്കുമ്പോഴും എല്ലാം നഷ്ടപ്പെടുമ്പോഴും ദൈവമക്കൾക്ക് സന്തോഷിക്കാൻ സാധിക്കും. കാരണം അവരുടെ സന്തോഷം യേശു കൊടുത്തതാണ്. ആരും അവരോട് കവർന്നു കളയാൻ കഴിയാത്ത ഒരു സന്തോഷമാണ്. ദൈവത്തിന് സ്തോത്രം. വളരെ പണ്ട് ഒരു 40 വർഷം മുമ്പ് ദേവദാസന്മാർ ഞങ്ങളെ യൗവനക്കാരായിരുന്നപ്പോൾ പഠിപ്പിച്ച പ്രിൻസിപ്പിൾസാണിതൊക്കെ. ആരും കവർന്നു കളയാത്ത സന്തോഷമാണ് ദൈവമക്കളുടെ സന്തോഷം എന്ന് പണ്ട് ഞങ്ങളെ പഠിപ്പിച്ചിരുന്നു. ഇപ്പോഴും അത് എൻ്റെ ജീവിതത്തിലൊരു ഒരു ഒരു മുറുകെ പിടിക്കുന്ന ഒരു സത്യമാണ്. ആർക്കും അപഹരിക്കാൻ കഴിയാത്ത സന്തോഷമാണ് ക്രിസ്തീയ സന്തോഷം എന്നുള്ളത്. ഏത് സാഹചര്യത്തിലും സ്തോത്രം പറയുന്നത്, മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതമാകട്ടെ. കർത്താവിന് സ്തോത്രം. വലിയ കഠിന ശോധനകളിലൂടെ പോയപ്പോഴും ആദ്യ നൂറ്റാണ്ടിലെ ദൈവമക്കൾ സന്തോഷമുള്ളവരായിരുന്നു. 1 പത്രോസ് 4-ാം അധ്യായം 12-13 വചനങ്ങളിൽ അത് കാണാൻ സാധിക്കും. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയിൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടി എന്ന് വെച്ച് അതിശയിച്ചു പോകരുത്. ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചുകൊള്ളുവിൻ. അങ്ങനെ നിങ്ങൾ അവൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ചാനന്ദിക്കുവാൻ ഇടവരും. ഇവിടെ പത്രോസ് പറയുകയാണ്, പീഡനങ്ങൾ കൂടെ പോകുന്ന, ഉപദ്രവം സഹിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടിയാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. ചിതറിപ്പാർക്കുന്ന, വിവിധ പരീക്ഷകൾ കൂടെ കടന്നു പോകുന്ന ദൈവമക്കൾ, അവരോട് പറയുകയാണ്, നിങ്ങൾ വിവിധ പരിശോധനകളിലൂടെ കടന്നു പോകുമ്പോൾ പൊന്നും വെള്ളിയുമൊക്കെ അത് മൂശയിലിട്ട് ഉരുക്കി അതിനെ ശുദ്ധീകരിച്ചെടുക്കുന്നത് പോലെയാണ് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന എന്ന് പത്രോസ് മറ്റൊരിടത്ത് പറഞ്ഞിട്ടുണ്ട്. പൊന്നിനേക്കാൾ വിലയേറിയതാണ് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന. അങ്ങനെ നിങ്ങൾ നാനാ പരിശോധനകളിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾ അത് സന്തോഷമെന്ന് എണ്ണുവീൻ, അത് സന്തോഷിക്കുവീൻ. അങ്ങനെ സന്തോഷിച്ചുകൊണ്ട് ജീവിച്ചാൽ കർത്താവ് തേജസ്സിൽ മടങ്ങി വരുമ്പോൾ നിങ്ങൾ അവനോടുകൂടെ കാണപ്പെടും, അവനോടുകൂടെ വളരെ സന്തോഷിക്കും. പ്രിയ സഹോദരന്മാരെ, നമ്മുടെ സന്തോഷം ഏത് തലത്തിലുള്ളതാണെന്ന് ഒരു നിമിഷം ചിന്തിക്കണമേ. ഭൗതികമായ കാര്യങ്ങളും പണവും എല്ലാ സുഖസൗകര്യങ്ങളും അനുകൂലമായിരിക്കുമ്പോൾ, എല്ലാവരും നമ്മെ പ്രശംസിച്ച് പറയുമ്പോൾ സന്തോഷിക്കാനും മുഖം ഉയർത്താനും അല്പം അഭിമാനം കൊള്ളാനും ഒക്കെ എല്ലാവർക്കും സാധിക്കും. എന്നാൽ ക്രിസ്തീയ സന്തോഷം, ഒരു ശിഷ്യൻ്റെ സന്തോഷം ആ ലെവലിൽ നിന്ന് ഉയർന്നതാണ്. ഈ പറഞ്ഞ അനുകൂല സാഹചര്യങ്ങളൊന്നുമില്ലാതിരിക്കുമ്പോഴും, ഞെരുക്കവും പ്രയാസവും ഉപദ്രവവും അഗ്നിശോധനയും, തങ്ങൾക്കുള്ളതൊക്കെ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നു, എല്ലാം നഷ്ടപ്പെടുന്നു, അപ്പോഴും ജയിലിൽ പിടിച്ചിട്ട് വേദന സഹിച്ച് രാത്രി 12 മണിക്ക് ഉറങ്ങാൻ കഴിയാതെ എഴുന്നേറ്റിരിക്കുന്നു, അപ്പോഴും സ്തോത്രവും പാട്ടും ആണ് പൗലോസിനും ശീലാസിനും ഉള്ളത്. പ്രൈസ് ദി ലോർഡ്. ഏത് സാഹചര്യത്തിലും, ദുഃഖത്തിൻ്റെ നാളുകളിലും ദൈവമക്കൾക്ക് ഒരു പാട്ട് പാടാൻ കഴിയും. അത് ദൈവം തരുന്നതാകട്ടോ. ദൈവം പരിശുദ്ധാത്മാവിനാൽ നമുക്ക് നൽകുന്ന ഒരു നന്മയാണത്. അത് നിങ്ങൾ കിട്ടിയിട്ടുണ്ടോ? കർത്താവേ, എനിക്കത് തരണമേ. ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുവാൻ സമയമായി. ഞാൻ ചുരുക്കട്ടെ. ദൈവമക്കളുടെ ആത്മീയ ജീവിതത്തിൻ്റെ ഒരു അനുഗ്രഹമാണ് ഈ സന്തോഷം എന്ന് പറയുന്നത്. നാം ആത്മീയമായി വർഷങ്ങൾ കഴിയുമ്പോൾ കർത്താവിൽ കൂടുതൽ സീനിയോറിറ്റി ഉള്ളവരായിട്ട് മുമ്പോട്ട് വളർന്നു വരുമ്പോൾ ഈ സന്തോഷവും വർദ്ധിച്ചു വരും. അതാണ് ഒരു യാഥാർത്ഥ്യമായ കാര്യം, നോർമലായ കാര്യം അതാണ്. കാലം ചെല്ലും തോറും കർത്താവിലുള്ള സന്തോഷം വർദ്ധിച്ച് കുലുങ്ങാതെ ഇളകാതെ ഏത് സാഹചര്യത്തിലും ഉറച്ചു നിൽക്കാനും സ്തോത്രം പറയാനും ദൈവമക്കൾക്ക് സാധിക്കും. നമ്മെക്കുറിച്ച്, ഈ സഭയിലുള്ള നിങ്ങൾ ഓരോരുത്തരെയും കുറിച്ചും ദൈവം അതാണ് ആഗ്രഹിക്കുന്നത്. കാലം ചെല്ലും തോറും മുഖം വാടി മ്ലാനമായി ഇരിക്കാതെ. ചില ആളുകളുണ്ടല്ലോ, വിഷമം വരുമ്പോൾ ഇങ്ങനെ
കണ്ടിട്ടുണ്ടോ? താടിക്ക് കൈയും കൊടുത്ത് വിഷമിച്ചിരിക്കുന്ന ഒരവസ്ഥ. അത് ഈ ലോകമക്കളുടെ അവസ്ഥയാണത്. കർത്താവിനെ അറിയുന്നവർക്ക് അങ്ങനെ ഒരു സാഹചര്യമൊന്നുമില്ല. എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്ത് ജീവിക്കുന്ന ഒരു ജീവിതമാണ്. അത് സന്തോഷമുള്ളൊരു ജീവിതമാണ്. യേശു പറഞ്ഞു, ഞാൻ ഈ സന്തോഷം നിങ്ങൾക്ക് തരുന്നു. നിങ്ങളുടെ സന്തോഷം ആരും കവർന്നെടുക്കുകയില്ല. യു വിൽ ഓൾവേസ് ബി ഹാപ്പി ആൻഡ് റിജോയ്സിങ്. നിങ്ങൾ എപ്പോഴും സന്തോഷവും ആനന്ദവും ഉള്ളവരായിരിക്കും. അതാണ് യേശുവിൻ്റെ ജനനത്തിങ്കൽ ദൈവദൂതന്മാർ ഇടയന്മാരോട് സംസാരിച്ചത്. എന്താ പറഞ്ഞത്? സർവ്വജനത്തിനും ഉണ്ടാകാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. യേശുവാണ് ആ സന്തോഷം നമുക്ക് നൽകുന്നത്. നമുക്ക് യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ നിന്നും 3 വചനങ്ങൾ ഇനി വായിക്കണം. ഈ ആത്മീയ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച്, അങ്ങനെയുള്ള സന്തോഷത്തെക്കുറിച്ചാണ് യെശയ്യാവിൽ പറയുന്നത്. യെശയ്യാവ് 61 അധ്യായം 10 വചനം നോക്കാം. ഞാൻ യഹോവയിൽ ഏറ്റവും ആനന്ദിക്കും, എൻ്റെ ഉള്ളം എൻ്റെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. മണവാളൻ തലപ്പാവ് അണിയുന്നതുപോലെയും മണവാട്ടി ആഭരണങ്ങളാൽ തന്നെത്താൻ അലങ്കരിക്കുന്നതുപോലെയും അവൻ എന്നെ രക്ഷാവസ്ത്രം ധരിപ്പിച്ച നീതി എന്ന അങ്കി ഇടുവിച്ചിരിക്കുന്നു. ഞാൻ യഹോവയിൽ ഏറ്റവും ആനന്ദിക്കും. ഐ വിൽ റിജോയ്സ് ഗ്രേറ്റ്ലി ഇൻ ദ ലോർഡ്. ഇത് ഇസ്രായേലിൻ്റെ ദൈവമക്കളുടെ ഒരു ഗീതമാണ്. ഐ വിൽ റിജോയ്സ് ഗ്രേറ്റ്ലി ഇൻ ദ ലോർഡ്. ഞാൻ യഹോവയിൽ, എൻ്റെ കർത്താവിൽ ഏറ്റവും ആനന്ദിക്കും. മണവാളൻ തലപ്പാവ് അണിയുന്നത് പോലെയും മണവാട്ടി ആഭരണങ്ങളാൽ തന്നെത്താൻ അലങ്കരിക്കുന്നത് പോലെയും അവൻ എന്നെ രക്ഷാവസ്ത്രം ധരിപ്പിച്ച് നീതി എന്ന അങ്കി ഇടുവിച്ചിരിക്കുന്നു. ഈ സന്തോഷത്തിൻ്റെ കാരണമാണ് പിന്നീട് താൻ അവിടെ പറയുന്നത്. യേശുക്രിസ്തുവിലൂടെ ദൈവമക്കളായ നമുക്ക് ഒരു അങ്കി ലഭിച്ചിട്ടുണ്ട്. അതെന്താണ് അങ്കി? അത് രക്ഷാവസ്ത്രമാണ്. യേശുക്രിസ്തുവിൻ്റെ നീതിയാകുന്ന വസ്ത്രം. നീതി എന്ന് വെച്ചാൽ ദ സ്റ്റേറ്റ് ഓഫ് ബീയിങ് റൈറ്റ്. ദൈവമുമ്പാകെ ശരിയായിരിക്കുന്ന അവസ്ഥയാണ് നീതി എന്ന വാക്കിൻ്റെ അർത്ഥം. നീതി ന്യായവും എന്നുള്ള ആ അർത്ഥമല്ല. നീതി എന്ന് വെച്ചാൽ ബൈബിളിൽ നീതി എന്ന ഈ ഭാഗങ്ങളിലൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ നോട്ടത്തിൽ ശരിയായ ഒരു മനുഷ്യൻ എന്നാണ് അതിൻ്റെ അർത്ഥം. ഈസ് എ റൈറ്റ് പേഴ്സൺ. അവൻ എൻ്റെ നീതി എന്ന വസ്ത്രം ഇടുവിച്ചിരിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നീതി ആകുന്ന വസ്ത്രം നമ്മെ ഇടുവിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ദൈവം നോക്കുമ്പോൾ യേശു എങ്ങനെ ശരിയായ വ്യക്തി ആയിരിക്കുന്നു, റൈറ്റ് ആയിരിക്കുന്നു, അതുപോലെ എന്നെ നിങ്ങളെ റൈറ്റായി പിതാവ് കാണുന്ന കാര്യമാണ് രക്ഷാവസ്ത്രവും നീതിയുടെ അങ്കിയും എന്നൊക്കെ പറയുന്നത്. ദൈവം നമുക്ക് യേശുവിൻ്റെ നീതിയാകുന്ന അങ്കി നൽകിയിരിക്കുന്നു. യേശുവിനെ പിതാവ് എങ്ങനെ ശരിയായ വ്യക്തിയായിട്ട് അംഗീകരിക്കപ്പെട്ടവനായിട്ട് കണ്ടിരിക്കുന്നോ അതുപോലെ നമ്മെയും ക്രിസ്തുവിൽ കൂടെ ദൈവം അംഗീകരിക്കപ്പെട്ടവരായി ശരിയായ ലെവലിൽ നമ്മെ കാണുന്നു. ഗോഡ് സീസ് അസ് ആസ് ദ റൈറ്റ് പീപ്പിൾ, ദ റൈറ്റ് പേഴ്സൺസ്. അതാണ് നീതിയുടെ അങ്കി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പ്രവാചകന് സന്തോഷമുള്ളത്. ഞാൻ യഹോവയിൽ ഏറ്റവും ആനന്ദിക്കും. പഴയ നിയമകാലത്ത് പോലും ഈ ഭക്തന്, ഈ ഇസ്രായേൽ ജനത്തിന് വേണ്ടി ഇത് എഴുതുവാൻ സാധിച്ചു. ഞാനും എൻ്റെ ജനവും യഹോവയിൽ ഏറ്റവും ആനന്ദിക്കും. ഇന്ന് നാം പുതിയ നിയമത്തിന് കീഴിലാണ്. യെശയ്യാവിൻ്റെ ആ കാലത്തെ ലെവലിനേക്കാൾ നാം വളരെ ഉയർന്ന തലത്തിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ദൈവവചനമായ ബൈബിൾ നമ്മുടെ കയ്യിൽ നൽകിയിട്ടുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും നടത്തിപ്പും നമുക്ക് നൽകിയിട്ടുണ്ട്. ദൈവകൃപ നമുക്ക് ധാരാളമായിട്ട് ലഭിച്ചിട്ടുണ്ട്. ആ കാലത്തെക്കുറിച്ചാണ് പറയുന്നത്. അവർ മടങ്ങി ഉല്ലാസഘോഷത്തോടെ വരും, നിത്യാനന്ദം അവരുടെ തലമേലിരിക്കും. എന്താണ് നിത്യാനന്ദം? പ്രൈസ് ദ ലോർഡ്. ഒരു സാഹചര്യത്തിനും നഷ്ടപ്പെടുത്തുവാൻ, നശിപ്പിക്കാൻ കഴിയാത്ത, എപ്പോഴും നിലനിൽക്കുന്ന ആ നിത്യാനന്ദം, നിത്യമായിട്ടുള്ള ആനന്ദം, അത് ദൈവമക്കളുടെ പദവിയാണ്, അവകാശമാണ്. നിത്യാനന്ദം ഇവിടെ പറയുന്നു. നിത്യമായ ആനന്ദം എന്ന് വെച്ചാൽ ഒരിക്കലും ആർക്കും അവഹരിക്കാൻ കഴിയാത്ത സന്തോഷമാണ് ദൈവമക്കൾക്ക് ദൈവം വെച്ചിരിക്കുന്ന പദവി. വീണ്ടും ഒരു വചനം കൂടെ ഇത് സംബന്ധിച്ച് വായിക്കാം. യെശയ്യാവിൻ്റെ 51 അധ്യായം 11 വാക്യത്തിലും ഈ കാര്യം കുറച്ചുകൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്. യഹോവയുടെ വിമുക്തന്മാർ ഉല്ലാസഘോഷത്തോടെ സിയോനിലേക്ക് മടങ്ങി വരും. നിത്യാനന്ദം അവരുടെ തലയിലുണ്ടായിരിക്കും. അവർ ആനന്ദവും സന്തോഷവും പ്രാപിക്കും. ദുഃഖവും ഞെരുക്കവും ഓടിപ്പോകും. ഇവിടെ യഹോവയുടെ വിമുക്തന്മാരെ കുറിച്ച് പറയുന്നു. ദ റാൻസംഡ്
of the Lord will return with joyful shouting. Everlasting joy will be on their heads. ദൈവമക്കളെ, ഇത് എന്നെയും നിങ്ങളെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. ദുഃഖവും നെടുവീർപ്പുമൊക്കെ ഓടിപ്പോകും. അത് പഴയ ഒരു കഥയാണ്. തങ്ങളുടെ ദുഃഖങ്ങളെക്കുറിച്ച് ഓർത്ത് വിഷമിച്ച് കണ്ണുനീരൊഴുക്കുന്ന ആളുകൾ പലരും ഉണ്ട്. നിങ്ങൾ ചിലരൊക്കെ എങ്ങനെ ഉണ്ടായിരിക്കാം. നിങ്ങൾ പഴയ കാലത്തിൽ ജീവിക്കുന്നവരാ. 15 വർഷം മുമ്പ്, 35 വർഷം മുമ്പ്, 5 വർഷം മുമ്പ് സംഭവിച്ച കാര്യം, അവർ പറഞ്ഞ കാര്യം, ഇവർ പറഞ്ഞ കാര്യമൊക്കെ ഓർത്ത് ഇച്ചിരി കരച്ചിലും വിഷമവും ദണ്ണവും ഒക്കെ ആയിട്ടിരിക്കുന്ന ഒരവസ്ഥ. അതെല്ലാം മാറേണ്ടതാണ്. നാം കഴിഞ്ഞ കാലത്ത് ജീവിക്കേണ്ട, ഇന്നങ്ങ് ജീവിക്കണം. ഇന്ന് നാളെ ജീവിക്കണം. ദൈവമക്കളുടെ ജീവിതം ആ ഒരു പാസ്റ്റിലല്ല, കഴിഞ്ഞ കാലത്തിലല്ല ജീവിക്കേണ്ടത്. ദുഃഖവും നെടുവീർപ്പും പഴയ സങ്കടങ്ങളും വിഷമങ്ങളും എല്ലാം ഞാൻ തള്ളിക്കളഞ്ഞിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് എനിക്ക് സന്തോഷമുണ്ട്. ശരിയാണോ? കർത്താവിലുള്ള സന്തോഷം നമ്മുടെ ബലമാകുന്നു. എന്നാൽ കിട്ടിയാൽ കൊള്ളാമെന്ന് പറയുന്ന കാര്യമല്ല, ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്ത് തന്നിരിക്കുന്ന കാര്യങ്ങൾ. അത് നാം സ്വീകരിച്ചാൽ മതി. ദൈവമേ, ഈ കാര്യങ്ങളൊക്കെ വിദൂരതയിൽ നിൽക്കുന്ന ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് ഇരിക്കരുത്. എൻ്റെ ജീവിതത്തിൽ സത്യമാക്കി തരണമേ. ഇന്ന് നാളെ ഈ ദിവസങ്ങളിൽ എല്ലാ ദുഃഖങ്ങളും ഭാരങ്ങളും വേദനകളും വിട്ടുകളഞ്ഞിട്ട് കർത്താവിലേക്ക് നോക്കി പൗലോസും ശീലാസും ചെയ്തതുപോലെ വലിയ വേദന എടുത്ത് പുളയുന്ന സമയത്തും ദൈവത്തിന് സ്തോത്രം ചെയ്യാനും പാടി സ്തുതിക്കാനും കഴിയുന്ന അനുഭവം. അന്ന് ആൻറ്റിബയോട്ടിക്കും നമുക്കുള്ള മരുന്നുകളൊന്നും അന്നുണ്ടായിരുന്നില്ല. വേദനയെന്ന് പറഞ്ഞാൽ വേദന സഹിക്കുക എന്നുള്ളതല്ല, വേറെ മാർഗ്ഗമൊന്നുമില്ല. അവിടെ ജയിലിൽ പിടിച്ചിട്ടിരിക്കുന്ന പുള്ളികൾക്ക് അവിടെ ബാൻഡേജിങ്ങും കാര്യങ്ങളും ഒന്നുമില്ല. അത് വേദന മാക്സിമം സഹിക്കുക എന്നുള്ളതാണ്. ആദ്യം കിടന്ന് വേദനിക്കുമ്പോഴും ദൈവത്തെ പാടി സ്തുതിക്കുന്ന ജീവിതം. ഇതൊരു റിയൽ ലൈഫാണ്. ഇതൊരു ഭാവനയിൽ കൂടെ കാണുന്ന ഒരു കാര്യമൊന്നുമല്ല, അവർ ചെയ്ത കാര്യമാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് ഈ ദിവസങ്ങളിൽ നമുക്ക് ഓരോരുത്തർക്കും ഇങ്ങനെയുള്ള സന്തോഷകരമായ ജീവിതമാണ് ദൈവം വെച്ചിരിക്കുന്നത്. ക്രിസ്ത്യൻ ലൈഫ് ഈസ് എ ജോയ്ഫുൾ ലൈഫ് ഈവൻ ഇൻ സോറോസ്. ദുഃഖങ്ങളിൽ കൂടെ പോകുമ്പോഴും അതിനെ അതിജീവിക്കുന്ന ഒരു സന്തോഷം ദൈവമക്കൾക്കുണ്ട്. കർത്താവിന് സ്തോത്രം. ഞാൻ ഈ കാര്യങ്ങൾ എന്ന് പറഞ്ഞ് ഞാൻ കഴിഞ്ഞ ദിവസം ഈ ഭാഗങ്ങളൊക്കെ പ്രത്യേകിച്ചും യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ നിന്ന് വായിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ പറഞ്ഞത്. യെശയ്യാവിൽ നിന്ന് ഈ ഭാഗങ്ങൾ ഞാൻ കഴിഞ്ഞ ആഴ്ചകളിൽ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ നിത്യാനന്ദം ഉല്ലാസഘോഷത്തോടെ സിയോനിലേക്ക് വരുന്ന കാര്യവും ദൈവമക്കളുടെ ആ സന്തോഷവും ഒക്കെ ഞാൻ വായിച്ചപ്പോൾ പഴയ ഓർമ്മകൾ വന്നു. ദൈവം നടത്തിയ വഴികളെക്കുറിച്ച് ഓർത്തു, സ്തോത്രം ചെയ്തു, നന്ദി പറഞ്ഞു. അതാണ് ഇന്ന് പങ്കുവയ്ക്കാനായിട്ട് ഞാൻ എടുത്തത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇതൊക്കെ യാഥാർത്ഥ്യങ്ങളാണ്. ദൈവമക്കൾ കഴിഞ്ഞ കാലങ്ങളിൽ കടന്നു വന്ന പാതകളിലും അവർക്ക് സന്തോഷമുണ്ടായിരുന്നു. അത് ദൈവം കൊടുത്ത പരിശുദ്ധാത്മാവിനാലുള്ള സന്തോഷമാണ്. എത്ര പേർക്ക് ഇത് ആഗ്രഹമുണ്ട്? എത്ര പേർ ഇന്ന് രാവിലെ വിശ്വാസത്തോടെ ഇത് ഏറ്റെടുക്കും? പ്രൈസ് ദി ലോർഡ്.